ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പദ്ധതി നിർവഹണത്തിൽ 14ാം സ്ഥാനത്ത് പോയത് അസംസ്കൃത സാധനങ്ങളുടെ അഭാവമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർനാകുന്നേൽ. ഇടുക്കി ജില്ലയിൽ നിർമ്മാണ മേഖലയ്ക്കാണ് പ്രാമുഖ്യം നൽകിയത്. മറ്റ് ജില്ലാ പഞ്ചായത്തുകൾ പർച്ചേസ് മേഖലയ്ക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. അസംസ്കൃത സാധനങ്ങളുടെ കുറവ് കാരണം പല പദ്ധതികളും കരാർ ഏറ്റെടുക്കുന്നില്ല. വരുന്ന സാമ്പത്തിക വർഷം പദ്ധതി പൂർത്തീകരിച്ച് മുൻപന്തിയിൽ എത്തിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഒന്നാം സ്ഥാനത്ത് വന്ന ജില്ലാ പഞ്ചായത്തുകളൊക്കെ അവർ നിർമ്മാണ മേഖലയിൽ ഫണ്ട് കൂടുതൽ വിനിയോഗിക്കാതെ അതല്ലാതെ പർച്ചേസ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം മുച്ചക്കർ വാഹന പർച്ചേസ് ജില്ലാ പഞ്ചായത്ത് ഇവിടെ 50 ലക്ഷം രൂപ വെച്ച സ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന മലപ്പുറം ഏതാണ്ട് 4 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഫണ്ടുകളാക്കാൻ പ്രത്യേകം നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. വലിയൊരു ജില്ലയിൽ യാത്രാക്ലേശം വളരെ ഉള്ളപ്പോൾ നമ്മളിതിനെ റോഡ്, അതുപോലെ പാലം, കലുങ്ക് ഉൾപ്പെടെയുള്ളതിന് ഫണ്ട് വെക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ബിൽഡിങ്സ് പണികൾ, അതുപോലെ സാംസ്കാരിക നിലയങ്ങൾ, മറ്റും ആശുപത്രി ബിൽഡിങ്ങുകൾക്കും പൈസ വെക്കുന്നുണ്ട്. ഇതൊക്കെ യഥാസമയത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടുക്കി ജില്ലയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ലോ റേഞ്ചിൽ 6 കോറികൾ മാത്രമേ ഇന്ന് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ തന്നെ 135 കോറികളോളം ഇന്ന് ഇടുക്കി ജില്ലയിലുണ്ടായിരുന്നു. അത് മിക്കലും ഹൈറേഞ്ച് മേഖല പ്രവർത്തിച്ചു. ആ ഹൈറേഞ്ച് മേഖല പ്രവർത്തിച്ച മുഴുവൻ കോറികളുടെ പ്രവർത്തനം നിശ്ചലമായിട്ടുണ്ട്. പുതിയ ലൈസൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരുവാനുള്ള ബുദ്ധിമുട്ട് വളരെ അധികമുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പദ്ധതി പൂർത്തിയുടെ സമയത്ത് ഈ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. നമുക്ക് മറ്റേ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് തേനി പ്രദേശത്തുമൊക്കെ 10, 80, 90 കിലോമീറ്റർ യാത്ര വീതമാണ് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ തൊടുപുഴ താലൂക്കിൽ നിന്ന് മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പല കോൺട്രാക്ടേഴ്സും ഈ വർക്ക് എടുക്കുവാൻ പോലും തയ്യാറില്ല എന്നുള്ള കാര്യം. കാരണം വെച്ചാൽ അവർക്ക് വർക്ക് എടുത്താൽ ലാഭകരമല്ലാത്തതുകൊണ്ട് അവരാരും വർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് മാസം 31 കൂടി വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യ സത്യമാണ്.